രൗദ്രതാണ്ഡവം. രചന അവതരണം നന്ദു അച്ചുകൃഷ്ണ. പാതിയിലധികം മദ്യം വയറ്റിലേക്ക് ചെന്നതുകൊണ്ട് തന്നെ അവന്റെ നാവ് കുഴയുന്നുണ്ടായിരുന്നു. ഡോൺ ടോക്ക് റബിഷ് അഗ്നി. കുറെ കള്ളു വലിച്ചു കുടിച്ചു എന്ന് കരുതി സ്വപ്നം കണ്ടതൊന്നും വിളിച്ചു പറയുകയല്ല വേണ്ടത്. തല വെട്ടിച്ചുകൊണ്ട് അഗസ്ത്യ പറഞ്ഞതൊക്കെ നിരാകരിക്കുന്ന പോലെ പാർത്ഥൻ പിന്നിലേക്ക് ഒന്ന് ചുവടുവെച്ചു. ഈ പാതിരാത്രിയിൽ നിന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തി ഞാൻ ഇത്രയും വലിയൊരു തമാശ പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പാർത്ഥ? അതുവരെ പാർത്ഥിനു മുന്നിൽ ഇരു കൈകൾ കൊണ്ടും തല താങ്ങി കുനിഞ്ഞിരുന്നവൻ തല ഉയർത്തിപ്പിടിച്ച് അവനെ നോക്കി. അവന്റെ കലങ്ങി ചുവന്ന കണ്ണുകളും വലിഞ്ഞു മുറിയ പേശികളും പറയുന്നുണ്ടായിരുന്നു അവൻ പറയുന്ന ഓരോ വാക്കും അസത്യമല്ല എന്നത്. എന്നിട്ടും പാർത്ഥൻ അവനെ വെറുതെ പ്രതിരോധിച്ചു. അത് അതവളാകില്ല അഗ്നി. കണ്ണു തുറന്ന അന്നു മുതൽ ഇന്ന് ഈ നിമിഷം വരെ വംശി ആത്മാർത്ഥമായി ചെയ്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവന്റെ ധാത്രിക്കുട്ടിയെ തിരയുക എന്നത്. അങ്ങനെയുള്ള അവന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവളെ നീ എങ്ങനെ കണ്ടുപിടിച്ചു എന്നാ? ആകെ തളർന്ന പോലെ അവന്റെ തോളിൽ ഇരു കൈകളും ഊന്നി പാർത്ഥൻ നിന്നു. അതിന് ഞാൻ കണ്ടുപിടിച്ചു എന്ന് നിന്നോടാരാ പറഞ്ഞത്? നീ എന്തൊക്കെ അഗ്നി വിളിച്ചു പറയുന്നത്? ഞാൻ സത്യമാണ് പാർത്ഥ പറയുന്നത്. അവളെ ഞാനായി കണ്ടുപിടിച്ചതൊന്നുമല്ല. ഡെസ്റ്റിനി വാസ് ബ്രോട്ട് ബിഫോർ മീ. എന്താ? വിധി അവളെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയെന്ന്. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അഗ്നി. വല്ലാത്തൊരവസ്ഥയിൽ പാർത്ഥൻ അവനെ നോക്കി. അഗസ്ത്യ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് പാർത്ഥൻ നിൽക്കുന്നതിന്റെ അടുത്തേക്ക് പോയി നിന്നു. ഇടയ്ക്കൊന്ന് കാലുവഴുതിയപ്പോൾ താങ്ങായി വന്നവന്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് അവൻ നിലത്തേക്കിരുന്നു. എന്നിട്ട് വൈകുന്നേരം മുതൽ നടന്ന സംഭവങ്ങൾ ഓരോന്നായി എണ്ണിപ്പിറക്കി പറയാൻ തുടങ്ങി. സിദ്ധി പ്രഗ്നന്റ് ആണെന്നോ? ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് പാർത്ഥൻ എഴുന്നേറ്റു. അപ്പോ അവൾ കല്യാണം കഴിച്ചോ? അവളെ അവിടെ കൊണ്ടുവന്നത് അവളുടെ ഭർത്താവാണെന്നാണ് സിസ്റ്റർ പറഞ്ഞത്. എങ്ങനെയൊക്കെയോ പിടിച്ചെഴുന്നേറ്റ അഗസ്ത്യ അവനെ നോക്കി. പിന്നിലെ പൊക്കത്തിലേക്ക് പതിയെ ചാരി നിന്നു. എടാ ഇതൊക്കെ? പാതിയിൽ നിർത്തി ചോദിക്കുമ്പോൾ രണ്ടുപേരുടെയും മനസ്സിൽ വംശിയുടെ മുഖം മാത്രമായിരുന്നു. വംശി അറിഞ്ഞാൽ അവളെ കൊല്ലുമെന്നല്ലേ? ഇനിയിപ്പൊ കൊല്ലുമ്പോൾ രണ്ടുപേരും ഒന്നായി അവനവന്റെ കണക്ക് തീർക്കട്ടെ. അവനവന്റെ കണക്ക് പുസ്തകത്തിലെ എല്ലാ കണക്കും ബാക്കിയാക്കട്ടെ. ഇങ്ങനെയൊന്നും പറയല്ലേ അഗ്നി. പിന്നെ എങ്ങനെയാണടാ ഞാൻ പറയേണ്ടത്? ജീവൻ കൊടുത്ത് സ്നേഹിച്ചവനെ 2 കൊല്ലം മുന്നേ വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് ഇന്നിപ്പോൾ അവൾ സന്തോഷമായി വന്നേക്കുന്നു കെട്ടിയവനുമായി, അതും കൊച്ചിനെ വയറ്റിലുണ്ടാക്കിയിട്ട്. പറയുമ്പോൾ പോലും അഗസ്ത്യ നിന്നെരിയുകയായിരുന്നു. എടാ നിനക്കെന്തെങ്കിലും അബദ്ധം പറ്റാതാകാൻ വഴിയില്ലേ? അതൊരു പക്ഷേ സിദ്ധി അല്ലെങ്കിലോ? നീ ഇതാരെയാ പാർത്ഥ പറ്റിക്കാൻ നോക്കുന്നത്? എന്നെയോ അതോ സ്വയം നിന്നെ തന്നെയോ? അറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല അഗ്നി. നീ ഇത്രയും ഉറപ്പിൽ പറഞ്ഞിട്ട് പോലും എനിക്ക് സിദ്ധിയെ അങ്ങനെയൊന്നും ആലോചിക്കാൻ പോലും പറ്റുന്നില്ലടാ. ഞാൻ എന്താ ചെയ്യുക? നിനക്കെന്താടാ അങ്ങനെയൊന്നും ആലോചിക്കാൻ പറ്റാത്തത്? നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്ന പാർത്ഥ? 2 വർഷം മുന്നേ ഇറങ്ങിപ്പോയവൾ ഇപ്പോഴും അവന് വേണ്ടി കാത്തിരിക്കുകയാണെന്നോ? അങ്ങനെ കാത്തിരിക്കാനായിരുന്നെങ്കിൽ അവൾ എന്തിനാടാ അവനെ ഇട്ടിട്ട് പോയത്? ഹൃദയം കൊണ്ട് ചിന്തിക്കാതെ എപ്പോഴെങ്കിലും സ്വന്തം ബുദ്ധി കൊണ്ട് കൂടി ഉപയോഗിക്കടാ. അപ്പൊ നിനക്ക് ഈ പറഞ്ഞതിന്റെ പലതിന്റെയും ഉത്തരം കിട്ടിയെന്ന് വരും. തെറ്റുപറ്റിപ്പോയ പാർത്ഥ ഞാൻ അവളെ മനസ്സിലാക്കുന്നതിൽ. ജീവിതത്തിൽ ആദ്യമായി പാർത്ഥന് സ്വന്തം വിശ്വാസങ്ങളുടെ തട്ട് ആടി ഉലയുന്ന പോലെ തോന്നി. നീ നീ കണ്ടോ അവളുടെ ഭർത്താവിനെ? കണ്ടില്ല. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തോടെ എന്റെ മനസ്സ് മൊത്തത്തിൽ പതറിപ്പോയി. ഒരു നിമിഷം കൂടി അവിടെ നിന്നാൽ ഒരുപക്ഷെ ചിന്തിക്കാതെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയേക്കാം. അതുകൊണ്ട് അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങി. കേട്ട കാര്യങ്ങളുടെ ഷോക്കിൽ പാർത്ഥൻ കുറെ നേരം അങ്ങനെ തന്നെ ഇരുന്നു. ഇത്തിരി നേരം കഴിഞ്ഞതും അഗ്നി, നീ അവളെ എവിടെ വെച്ച് കണ്ടെന്നാ പറഞ്ഞേ? പെട്ടെന്ന് ഓർമ്മ വന്ന പോലെയാണ് അവൻ തിരക്കിയത്. നിനക്കെന്താ ചെവിക്ക് പൊട്ടുണ്ടായിരുന്നു മുന്നേ കേൾക്കുമ്പോൾ? എടാ ഞാൻ അവളെ കണ്ടത് ഹോസ്പിറ്റലിന്റെ പാരപ്പറ്റിലാണ്. അവിടെ അവൾ എന്ത് ചെയ്യുകയായിരുന്നു? വല്ലാത്തൊരു ഭാവത്തോടെ പാർത്ഥൻ ചോദിച്ചതും അതുവരെ കുടിച്ച മദ്യം തലയ്ക്ക് പിടിച്ചിരുന്നവന്റെ കെട്ടെല്ലാം ഒരു നിമിഷം കൊണ്ട് ആവിയായിപ്പോയി. എടാ അത് വൃത്തിയായി ഓർത്തുകൊണ്ട് കാര്യം പറ അഗ്നി. നീ അവളെ കാണുമ്പോൾ അവൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്നോ? അവളെ കാണും മുന്നേ ഏതോ പെൺകുട്ടിയാണെന്ന് കരുതി വലിച്ചു പിടിച്ചു മാറ്റിയതും അപ്പോഴാണ് അവൾ തളർന്ന് തന്റെ കയ്യിലേക്ക് വീണതെന്നുമുള്ള അഗ്നിയുടെ സംസാരം ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ടാണ് പാർത്ഥൻ അങ്ങനെ തന്നെ ചോദിച്ചത്. അഗസ്ത്യ ഒരിക്കൽ കൂടി വൈകുന്നേരം നടന്ന കാര്യങ്ങൾ ഓർത്തെടുത്തു. വംശി അയച്ച 2 കോൺട്രാക്ടേഴ്സുമായിട്ട് ഏറ്റവും മുകളിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ് അതിലൊരു കോൺട്രാക്ടർ ആരോ പാരപ്പറ്റിന്റെ സൈഡിലേക്ക് നടന്നു പോകുന്നു എന്ന് തന്നെ കാണിച്ചത്.
അവിടേക്ക് പോയാൽ താഴെ വീഴും എന്നറിയാവുന്നതുകൊണ്ടാണ് താൻ ഓടിപ്പോയി ആ കയ്യിൽ കയറി പിടിച്ചത്. അങ്ങനെ ആ പിടിവലിയിൽ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോഴാണ് മറ്റൊന്നും ചിന്തിക്കാതെ ദേഷ്യവും വാശിയും ഒക്കെ കാണിച്ച് കാര്യങ്ങൾ ഇവിടെ വരെ എത്തിയത്. ഇതിപ്പോൾ പാർത്ഥൻ ചോദിക്കുമ്പോഴാണ് അങ്ങനെയൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നത് തന്നെ. പറയഗ്നി, നീ ചെല്ലുമ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നോ? നോ. അപ്പോ അതിന്റെ അർത്ഥം? സൂയിസൈഡ്. രണ്ടുപേരും ഒരുപോലെ പറഞ്ഞുകൊണ്ട് ഞെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. സർ? പറഞ്ഞോളൂ ജെയിംസ്. സർ, പാർത്ഥൻ സർ പോയിരിക്കുന്നത് അഗസ്ത്യ സാറിനെ കാണാനാണ്. അഗസ്ത്യയെ കാണാനോ? അതും ഈ നേരത്ത്? വംശി കയ്യിൽ കിടന്ന വാച്ചിലേക്ക് നോക്കി. അവർ രണ്ടുപേരും ഇപ്പോഴും ടെറസിൽ നിന്ന് കാര്യം പറയുകയാണ് സർ. ഓക്കെ. പറയുന്നതിനൊപ്പം തന്നെ അവൻ ഫോൺ കട്ട് ചെയ്തു. വെപ്രാളത്തോടെയും ധൃതി പിടിച്ചും പാർത്ഥൻ ഇറങ്ങിപ്പോകുന്നത് കണ്ടുകൊണ്ടാണ് ജെയിംസിനെ വിളിച്ച് അലർട്ട് ചെയ്തത്. തനിക്ക് ചുറ്റുമുള്ള അത്രയും തന്നെ ശത്രുക്കൾ പാർത്ഥന് ചുറ്റുമുണ്ട്. അതുകൊണ്ട് എപ്പോഴും അവൻ അറിയാതെ തന്നെ അവനെ സംരക്ഷിക്കുന്ന ഒരു രക്ഷാകവലം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. എന്നോട് പോലും പറയാതെ ഈ നേരം അഗസ്ത്യക്കരികിൽ അവൻ പോകണമെന്നുണ്ടെങ്കിൽ? വംശിയുടെ നെറുകയിൽ 3-4 വരകൾ വീണു. എന്തൊക്കെയാ സിദ്ധി നീ പറയുന്നത്? എനിക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിലത്തിരുന്ന് നെഞ്ചുപൊട്ടി കരയുന്നവളെ ചേർത്ത് പിടിക്കുമ്പോൾ ഉത്തരയും അവൾക്കൊപ്പം തന്നെ കരയുകയായിരുന്നു. സത്യമാ ഒക്കെ. ഏങ്ങലടിച്ചുകൊണ്ടവൾ ഉത്തരയുടെ മടിയിലേക്ക് കിടന്നു. എന്നാലും സിദ്ധി, നീ ഈ പറയുന്നതൊന്നും എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല കേട്ടോ. നിന്റെ ഈ പ്രഗ്നൻസിയും 2.5 മാസത്തെ ഗർഭവും ഇതൊക്കെ എങ്ങനെ? നീ ഗർഭിണിയായതുപോലെ നീ പോലും അറിഞ്ഞില്ലെന്ന് വെച്ചാൽ? ചോദ്യങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഉത്തരയിൽ നിന്നും അവളിലേക്ക് ഒഴുകിയിറങ്ങി. എന്റെ മെൻസ്ട്രേഷൻ ഒരിക്കലും നേരെ ആയിരുന്നില്ലല്ലോ ഉത്തരേ. ഗർഭപാത്രത്തിൽ സിസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ മിക്കപ്പോഴും 4-5 മാസമൊക്കെ ആകാതെയല്ലേ പിന്നെ വന്നുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് ചില മാസങ്ങളിൽ ബ്ലഡ് വെറും സ്പോട്ടിംഗ് ആയി മാത്രം കാണിക്കും. ഈ ദിവസങ്ങളിൽ അങ്ങനൊന്ന് വരികയും ചെയ്തു. പിന്നെ നിനക്കറിയാവുന്നതല്ലേ ഈ കാലയളവിൽ ഞാൻ എന്തൊക്കെയാണ് അനുഭവിച്ചതെന്ന്. ആ ഓർമ്മകളിലൊക്കെ നിന്നുള്ള ഭ്രാന്താണെന്ന് പോലും ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നതാവും ശരി. നേരാണ്. ഈ കാര്യത്തിൽ അവളെ പൂർണ്ണമായും കുറ്റം പറയാൻ പറ്റില്ല. ഈ ദിവസങ്ങളിലൊക്കെ അവൾ അനുഭവിച്ച മനോദുഃഖം അത്രയും വലുതാണ്. സിദ്ധിയെപ്പോലെ സാധാരണപ്പെട്ട ഒരു പെൺകുട്ടി മിനിമം 10 തവണയെങ്കിലും ജീവനെടുക്കാനുള്ള അനുഭവങ്ങളിലൂടെയാണ് അവൾ ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്. എന്നിട്ടും അവൾ ഇന്ന് ജീവനോടെ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ മഹത്വം മാത്രമാണ്. ശ്വാസം മുറുകിയ പോലെ ഉത്തര അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു. എനിക്ക് മാത്രം എന്താ ഉത്തര ഇങ്ങനെയൊക്കെ? ഓരോ തവണയും ജീവനൊടുക്കാനായി ഞാൻ ഇറങ്ങിപ്പുറപ്പെടുമ്പോഴും ഇനിയും അനുഭവിക്കാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ്. മടുത്തടി എനിക്ക്. എങ്ങനെയും അങ്ങ് ചത്താ മതിയെന്നേ ഉള്ളൂ. ഹൃദയം പൊടിയുന്ന പോലെ പെണ്ണ് ആർത്തലച്ച് കരഞ്ഞു. അത് കണ്ടതും ഉത്തരയ്ക്ക് സങ്കടവും അതിനപ്പുറവും ദേഷ്യവും വന്നു. ഇതെന്തൊക്കെ വേണ്ടാതിനുമാ നീ പറയുന്നത്? ചത്താൽ അങ്ങോട്ട് പ്രശ്നങ്ങൾ തീരുമെങ്കിൽ ഈ ലോകത്തുള്ള ഒട്ടുമുക്കാൽ പേരും എന്നെ അങ്ങനങ്ങ് ചെയ്തേനെ. എടി, ചാവാനല്ല ധൈര്യം വേണ്ടത്, ജീവിച്ചു കാണിക്കാനാ. മരണം എന്നുള്ള ചിന്ത അവളുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്നുവെന്ന് അങ്ങനെ ഉറപ്പുണ്ടായിരുന്നിട്ടും അതല്ല എന്ന രീതിയിൽ ഉത്തര അവളെ വെല്ലുവിളിച്ചു. കഴിഞ്ഞ തവണയും ഞാൻ ജീവനെടുക്കാൻ പോയപ്പോൾ ഇതുതന്നെയല്ലേ നീ എന്നോട് വന്ന് പറഞ്ഞത്? ആ ബലത്തിലല്ലേടി ഞാൻ പിന്നെയും ജീവിക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് എന്തായി? ആകെ ചെന്നിച്ചിതറി നാമാവശേഷമായി പോയ ജീവിതമല്ലേടി എന്റേത്. എവിടുന്നൊക്കെ സ്വരുക്കൂട്ടാൻ പോയാലും ഇന്നലകളുടെ പാപം എന്നെ വലിഞ്ഞു മുറുക്കി കൊല്ലും ഉത്തരെ. അത്രയ്ക്കും ഞാൻ ഒരുവനെ ഇഞ്ചിഞ്ചായി തീറ്റി തീർത്തിട്ടുണ്ട്. അതിൽ നിന്നൊരിക്കലും എനിക്കൊരു മോചനം ഉണ്ടാകില്ല സിദ്ധി. ഓരോ ദിവസവും ഇങ്ങനെ ഇങ്ങനെ ജീവിച്ചു മരിക്കാൻ വേണ്ടി ഞാൻ എന്ത് തെറ്റാടി ചെയ്തത്? ജീവൻ ഒടുക്കാൻ തീരുമാനിച്ചപ്പോഴൊക്കെ പലതും വന്നെന്നെ തടഞ്ഞു. അതൊരിക്കൽ ദൈവമ്മയുടെ രൂപത്തിൽ, പിന്നൊരിക്കൽ നിന്റെ രൂപത്തിൽ, ഇന്നിപ്പോ അഗ്നിയേട്ടന്റെ രൂപത്തിലും. നീ ഇങ്ങനെ കരയില്ലേ സിദ്ധി, നമുക്ക് നോക്കാം. അവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നറിയാതെ ഉത്തര വിഷമിച്ചു. എന്ത് നോക്കാന്നാ ഉത്തരെ? എല്ലാം തീർന്നു. സർവവും തകർന്നവളെ പോലെ സിദ്ധി ഉത്തരയെ നോക്കി. എന്ത് തീർന്നു എന്ന്? എന്ത് നോക്കാനാ ഉത്തരെ? എല്ലാം തീർന്നു. സർവവും തകർന്നവളെ പോലെ സിദ്ധി ഉത്തരയെ ഒരിക്കൽ കൂടി നോക്കി. എന്ത് തീർന്നെന്ന്? ഒന്നും തീർന്നിട്ടില്ല. ഇത്രയും പ്രതിസന്ധികളിൽ നിന്നും നമ്മൾ ഇവിടെ വരെ എത്തിയില്ലേ? ഇനിയും നമ്മൾ കരകയറും, നീ നോക്കിക്കോ. അനാവശ്യമായ ധൈര്യം തന്നിൽ അടിച്ചേൽപ്പിക്കുന്നവളെ നോക്കി സിദ്ധി കരഞ്ഞു. ഹൃദയം പൊട്ടിത്തന്നെ. ഏറെ നേരം രണ്ടുപേരും അങ്ങനെ തന്നെ ഇരുന്നു. സിദ്ധി,
അഗ്നിയേട്ടൻ നിന്റെ കണ്ടൂതല്ലേ പറഞ്ഞത്? ഇത്രയും നേരം മറന്നുപോയ എന്തോ ഓർത്തെടുക്കും പോലെ ഉത്തര ചോദിച്ചു. ഉം. അപ്പോ വംശിയേട്ടൻ അറിയില്ലേ? ആ ഒരു ഓർമ്മയിൽ പോലും സിദ്ധിയുടെ ശരീരം വിറയ്ക്കുന്നത് തന്റെ കയ്യിലെറിഞ്ഞു ഉത്തര. അവരെ ആരെയും കാണാതിരിക്കാൻ വേണ്ടിയല്ലേ നീ ആ നാട്ടിൽ നിന്ന് പോലും ഇത്രയും ദൂരം വന്നത്? എന്നിട്ടും ഉത്തര ഒന്ന് നെടുവീർപ്പിട്ടു. വിച്ചേട്ടൻ അറിഞ്ഞ? ഉൾക്കിടലത്തോടെ സിദ്ധിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നീ പേടിക്കാതെ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം വംശിയേട്ടൻ ഇപ്പോൾ ലണ്ടനിലോ അമേരിക്കയിലോ മറ്റോ ആണെന്നാണ് എന്റെ അറിവ്. പിന്നെ അഗ്നിയേട്ടൻ ആള് ഡോക്ടർ അല്ലേടി, അതുകൊണ്ടെങ്ങാനും ആ ഹോസ്പിറ്റലിൽ വന്നതാകും. അല്ലാതെ അവരാരും ഈ സിറ്റിയിൽ ഉണ്ടാകില്ല. അല്ലാതെ സ്വന്തം നാട്ടിൽ ഇത്രയും വലിയ കമ്പനി നടത്തിയിട്ട് ഇങ്ങനെയൊരു സിറ്റിയിൽ വന്നവർക്ക് താമസിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അവരെ ആരെയും ഇനി വീണ്ടും കാണും എന്നുള്ള പേടിയൊന്നും നിനക്ക് വേണ്ട. ഇന്ന് വരെ നീ അവരിൽ നിന്ന് ഒളിഞ്ഞു ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അന്ന് വരെ നിന്നെ ആരും കാണില്ല. പിന്നെ ഇപ്പോഴുണ്ടായ ഈ പ്രശ്നം. ഉത്തര അവളെ ഒന്ന് നോക്കി. അതിനും നമുക്ക് പരിഹാരം കാണും. എന്ത് പ്രശ്നം വന്നാലും നേരിടാനുള്ള ധൈര്യത്തോടെ ഉത്തര സംസാരിച്ചു. ഇന്നലെ വരെ ആ ധൈര്യം തന്നിലേക്കും അവൾ പകർന്നു തന്നിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ അവൾ പറയുന്ന ഒന്നും തനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ഇന്നലെ വരെ ഉറക്കത്തിൽ മാത്രം സ്വപ്നം കണ്ടിരുന്ന വിച്ചേട്ടനുമായി ഇനി ഒരു കൂടിക്കാഴ്ച. പക്ഷേ ഇന്നിപ്പോൾ അഗ്നിയേട്ടനെ കണ്ടതിന് ശേഷം അതൊരു സ്വപ്നം മാത്രമല്ല എന്നൊരു തോന്നൽ. അങ്ങനെ എപ്പോഴെങ്കിലും വിച്ചേട്ടന്റെ മുന്നിൽ വെച്ച് സംസാരിക്കേണ്ടി വന്നാൽ? ആ ഒരു ചിന്തയിൽ പോലും സിദ്ധിക്ക് ആത്മാവ് നഷ്ടപ്പെട്ട പോലെ തോന്നി. വളരെ പതുക്കെയാണ് പാർത്ഥൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയത്. പൂച്ചയെപ്പോലെ മെല്ലെ അവൻ അകത്തേക്ക് നടന്നതും, ഇത്രയും രാത്രി എവിടെ പോയതാ പാർത്ഥ? വംശിയുടെ ശബ്ദം. പാർത്ഥൻ ഞെട്ടിപ്പോയി. ചോദിച്ചത് കേട്ടില്ലേ പാർത്ഥ? ഇത്രയും രാത്രിയിൽ എവിടെ പോയതാണെന്ന്. മടിയിലിരുന്ന ലാപ്ടോപ്പ് സെറ്റിയിലേക്ക് വെച്ച് കൈ രണ്ടും മാറിൽ കെട്ടി അവന്റെ കണ്ണിലേക്ക് നോക്കി മുഴക്കമേറിയ ശബ്ദത്തിൽ ചോദിച്ചതും പാർത്ഥന് ഉമിനീര് വെട്ടി. ഉം. അത് പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നില്ല. സോ ഒരു നൈറ്റ് ഡ്രൈവ്. വംശിയുടെ മുഖത്ത് നോക്കാതെയാണ് അവൻ അത്രയും പറഞ്ഞൊപ്പിച്ചത്. എന്നിട്ടിപ്പോൾ ഉറക്കം വന്നോ? ഉം. എങ്കിൽ പിന്നെ ഉറക്കം കളയണ്ട, പോയി കിടന്നോ. വംശി പറയുന്നത് കേൾക്കാനിരുന്ന പോലെ പാർത്ഥൻ മുറിയിലേക്ക് ഓടുകയായിരുന്നു. തന്നെ ഒന്ന് നോക്കാതെ, ഗുഡ് നൈറ്റ് പോലും പറയാതെ കണ്ണുകൾ ഒളിച്ചു പായുന്നവനെ നോക്കി വംശി സോഫയിൽ അങ്ങനെയേയിരുന്നു. തന്നോട് എന്തെങ്കിലും മറച്ചു വെക്കുമ്പോഴും അല്ലെങ്കിൽ തന്നോട് കള്ളം പറയാൻ ശ്രമിക്കുമ്പോഴും ഒക്കെയാണ് അവൻ തനിക്ക് കണ്ണുകൾ തരാതെ ഒഴിഞ്ഞു നടക്കുന്നത്. അപ്പോ വംശിയുടെ മുഖം കടുത്തു. ഇടതുഭാഗത്തിരുന്ന ഫോൺ എടുത്ത് അവൻ ആർക്കോ മെസ്സേജ് ചെയ്തു. തിരിച്ച് അവിടെ നിന്നും ഓക്കെ എന്ന് വന്നതും അവൻ ഫോണിലേക്കും അടഞ്ഞു കിടക്കുന്ന പാർത്ഥന്റെ മുറിയിലേക്കും ഒന്ന് നോക്കി. അതേസമയം ഇന്നറിഞ്ഞ കാര്യങ്ങളുടെ പകപ്പിലായിരുന്നു പാർത്ഥൻ. തന്റെ മനസ്സിൽ താൻ വിചാരിച്ചു വെച്ചിരുന്നതാണോ അതോ കൺമുന്നിൽ കണ്ട കാര്യങ്ങളാണോ അഗസ്ത്യ പറഞ്ഞതൊക്കെയാണോ വിശ്വസിക്കേണ്ടത് എന്നറിയാതെ ഉലഞ്ഞ മനസ്സുമായി ഒരുവൻ കട്ടിലേക്കിരുന്നു, ഉറക്കത്തെ എപ്പോഴൊക്കെയോ പടിയിറക്കി വിട്ടുകൊണ്ട്. ആദ്യമായി ഇഷ്ടം തോന്നിയ പെണ്ണായിരുന്നു അമ്മേ. പക്ഷെ ചേർത്തു പിടിക്കുന്നതിന് മുന്നേ തന്നെ എന്റെ കൈ വിട്ടുപോയി. എത്ര വേണ്ടെന്ന് വെച്ചിട്ടും ഒരു തുള്ളി കണ്ണുനീര് ഹരി അറിയാതെ തന്നെ അവന്റെ കണ്ണിലൂടെ ഒഴുകിയിറങ്ങി. നേരം പരവര വെളുക്കുന്നതിന് മുന്നേ തന്നെ പാർത്ഥൻ റെഡിയായിരുന്നു. ഇന്നലെ രാത്രി വംശി കിടന്ന സമയം വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഈ നേരം ഉണരാൻ വഴിയില്ല. അവൻ ഉണർന്നെഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് ഇന്നലെയും നിയമിച്ചിരുന്നു. അതിനുവേണ്ടി അലാറം കൂടി സെറ്റ് ചെയ്തിട്ടാണ് കിടന്നത്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം വേണ്ടി വന്നില്ല. വന്നു കയറി കുറച്ചു കഴിഞ്ഞ് കട്ടിലേക്ക് കിടന്നു എന്നല്ലാതെ ഉറക്കം ഈ വഴി വന്നിട്ടില്ല. വളരെ വേഗം ഡ്രസ് ചെയ്ത് അവൻ പുറത്തേക്കിറങ്ങി. നോട്ടം പോയത് ഹാളിലേക്കായിരുന്നു. അവിടെ വംശിയെ കാണാതിരുന്നപ്പോൾ തന്നെ പാതി സമാധാനത്തിൽ ശ്വാസം തടഞ്ഞു നിന്നത് മെല്ലെ പോയി തുടങ്ങി. അല്പം പോലും ശബ്ദമുണ്ടാക്കാതെ മർജാരപാദത്തോടെയാണ് അവൻ മെയിൻ ഡോറിന്റെ അടുക്കലേക്ക് ചെന്നത്. അവിടെ എത്തി ഡോറ് തുറന്ന് അടയ്ക്കും വരെ ശരിക്കും ശ്വാസം പോലും എടുത്തോ എന്നറിയില്ല. അതേസമയം ചുറ്റുപാട് മുഴുവൻ നോക്കി താനില്ലെന്ന് ഉറപ്പിച്ച് കയ്യിൽ ഒരു കോഫി മഗ്ഗുമായി അടുക്കളയിൽ നിന്ന് നോക്കുകയെ കാണുകയായിരുന്നു വംശി. ഹി ഹാസ് കം ഡൗൺ ഹിയർ. അവൻ അവിടെ നിന്നും ഇറങ്ങി എന്നുള്ളൊരു മെസ്സേജ് വംശിയുടെ ഫോണിൽ നിന്നും പോയി. നിന്റെ ശ്വാസത്തിന്റെ താളം തെറ്റിയാൽ പോലും ഞാൻ അറിയും പാർത്ഥ. അതറിഞ്ഞു വെച്ചിട്ടും എന്നിൽ നിന്ന് എന്തെങ്കിലും നീ ഒളിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്കും നിനക്കും നല്ലതിനാവില്ല. പ്രത്യേകിച്ചും അഗ്നി കൂടി തനിക്കൊപ്പം ചേർന്ന് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ആ കാര്യം എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടെങ്കിൽ. കയ്യിലിരുന്ന കോഫി മഗ് കൗണ്ടർ ടോപ്പിലേക്ക് ആഞ്ഞടിച്ചു വെച്ചുകൊണ്ട് അവൻ ഒന്നോർത്തു.
ചൂട് കോഫി അവിടെയാകെ പടരുന്നതിനൊപ്പം തന്നെ ഗ്ലാസും രണ്ടായി പിളർന്നിരുന്നു. അഗസ്ത്യയുടെ ഫ്ലാറ്റിന്റെ ബെല്ല് പിന്നെയും പിന്നെയും അടിക്കുമ്പോൾ അവൻ അറിയാമായിരുന്നു ഇന്നലത്തെ കെട്ടുവിടാത്തത് കൊണ്ട് തന്നെ അവൻ ഇതൊന്നും അറിയുന്നുണ്ടായിരിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ പാർത്ഥൻ പിന്നെയും പിന്നെയും കോളിംഗ് ബെല്ല് അടിച്ചുകൊണ്ടിരുന്നു. ഒപ്പം മൊബൈലിലും നിർത്താതെ വിളിച്ചു. അവസാനം എന്ത് കേട്ടിട്ടോ എന്തോ അഗസ്ത്യ പാതി തുറന്ന കണ്ണുമായി ഡോറ് തുറന്നു. ആരുടെ ഭാര്യയെ കെട്ടിക്കാനാടാ രാവിലെ ഇങ്ങനെ കിടന്ന് കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടിരുന്നത്? ഇതിലും വലുത് നാവിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആ ചീത്തവിളിയൊന്നും പാർത്ഥന്റെ പുറമേ പോലും ഏശിയില്ല. കാര്യം പറയാതെ ഇനി തള്ളിക്കൊണ്ട് എങ്ങോട്ടാണ്? ഉറക്കം മുറിഞ്ഞതിന്റെ ദേഷ്യത്തിൽ അവൻ അലറി. അഗ്നി, നിന്റെ കെട്ടുവിട്ടില്ലെങ്കിൽ ഐ വിൽ മേക്ക് എ സ്ട്രോങ് കോഫി ഫോർ യു. പക്ഷെ എനിക്ക് നിന്നോടിപ്പോ സംസാരിച്ചേ പറ്റൂ. പാർത്ഥന്റെ മനസ്സറിയാവുന്നത് കൊണ്ട് തന്നെ അവനെ ഒന്ന് നോക്കി അഗസ്ത്യ മുറിയിലേക്ക് പോയി. ശരിക്കും പറഞ്ഞാൽ തല പൊട്ടിപ്പിളക്കുന്നുണ്ട്. 1 മദ്യം, 2 സിദ്ധി, 3 വംശി. അവൻ നേരെ ബാത്റൂമിലേക്ക് പോയി തല തണുക്കെ കുളിച്ചു. തിരിച്ചു പുറത്തിറങ്ങുമ്പോൾ കയ്യിൽ ചൂട് കോഫിയുമായി പാർത്ഥനുണ്ടായിരുന്നു. നിനക്ക് വേണ്ടി? ഞാൻ എടുത്തിട്ടുണ്ട്. സോഫയിലിരിക്കുന്ന ടേബിളിലെ കോഫിയിലേക്ക് അവന്റെ കണ്ണുകൾ പോയി. വാ, ഇരിക്ക്. എന്നിട്ട് പറ, ഇത്രയും രാവിലെ നീ ഇങ്ങോട്ട് വന്നത് എന്തിനാണ്? പാർത്ഥൻ അവനെ ഒന്ന് നോക്കി. സിദ്ധിയെപ്പറ്റി പറയാനോ വംശിയെപ്പറ്റി പറയാനോ? രണ്ടും. പറയ്. അവനെ കേൾക്കാൻ എന്ന പോലെ അഗസ്ത്യ പാർത്ഥന്റെ മുന്നിലേക്ക് കയറിയിരുന്നു. നീ ഇന്നലെ പറഞ്ഞില്ലേ സിദ്ധിയുടെ കല്യാണം കഴിഞ്ഞു, അവൾ പ്രഗ്നന്റ് ആണ്, ഹസ്ബൻഡ് ആണെന്നൊക്കെ. ഉം നീ കണ്ടിരുന്നു സിദ്ധിയുടെ ഭർത്താവിനെ? ചോദിക്കുമ്പോൾ പാർത്ഥന്റെ മുഖം ചുരുങ്ങിയിരുന്നു. ഇല്ലടാ, ആ സമയത്ത് അവിടെ നിന്ന് ഈ പറയുന്നതിനെ കാണണമെന്നൊന്നും എനിക്ക് തോന്നിയില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ അവളെ മുന്നിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. സിസ്റ്റർമാർ അവൾ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അടപടലം തകർന്നു. ഒരു പക്ഷേ അവനെ മുന്നിൽ കണ്ടാൽ താൻ എന്താണ് ചെയ്യുക എന്നതിനൊരു ഊഹവും ഇല്ലായിരുന്നു. സോ അപ്പഴേ ഞാൻ അവിടെ നിന്നും ഇറങ്ങി. ഇന്നലെ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ മുകളിൽ വന്നതിന് അങ്ങനെ ഒരു കാരണം കൂടി ഉണ്ടായേക്കാം എന്ന് പോലും ഞാൻ ആലോചിക്കുന്നത്. തന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഓരോന്നായി ഓർത്തെടുത്തുകൊണ്ട് അഗസ്ത്യ പാർത്ഥനോടായി പറഞ്ഞു. ഇന്നലത്തെ ദേഷ്യത്തിലും വെപ്രാളത്തിലും അവൻ സംസാരിച്ചതിലും കൂടുതൽ കാര്യങ്ങൾ വ്യക്തതയോടെ ഇപ്പോൾ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് കേട്ടിരിക്കുന്ന പാർത്ഥനും തോന്നി. ഞാൻ എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ അഗ്നി? ചോദിക്കടാ. സിദ്ധിയെ അവിടെ കൊണ്ടുവന്നത് അവളുടെ ഭർത്താവാണെന്ന് നീ പറയുന്നു. അങ്ങനെയെങ്കിൽ അവൾ പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോൾ രണ്ടുപേരും സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അല്ലാതെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയല്ലല്ലോ, ശരിയല്ലേ? ഉം പാർത്ഥന്റെ ചോദ്യത്തിൽ അഗസ്ത്യ നീട്ടിയൊന്ന് മൂളി. അപ്പൊ പിന്നെ അവള് സൂയിസൈഡ് ചെയ്യാനാണ് അവിടെ വന്നതെങ്കിൽ, അങ്ങനെ ശ്രമിച്ചതെങ്കിൽ എന്താവും അതിന് പിന്നിലൊരു കാരണം? ആ ചോദ്യത്തിൽ അഗ്നി വല്ലാതെ അസ്വസ്ഥനായി. നമ്മൾ എന്തിനാടാ അതൊക്കെ ചുരുണ്ടി ചെല്ലുന്നത്? 2 വർഷം മുന്നേ അവള് വംശിയെ വേണ്ടെന്ന് വെച്ചപ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ അവൾ മരിച്ചതല്ലേ. പിന്നെന്താപ്പോ? അഗസ്ത്യ അവളോടുള്ള സകല ദേഷ്യവും മനസ്സിൽ നിറച്ചുകൊണ്ട് പാർത്ഥനോട് പറഞ്ഞു. സമ്മതിക്കുന്നു. പക്ഷെ അതുപോലെ നീ സമ്മതിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അഗസ്ത്യയുടെ കണ്ണുകൾ സംശയത്തോടെ അവന്റെ നേർക്കുപോയി. അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന്, അതും ഒരു കുഞ്ഞിന്റെ അമ്മയായി നമ്മുടെ മുന്നിൽ. പറയുമ്പോൾ വാക്കുകൾ പതറാതിരിക്കാൻ പാർത്ഥൻ നന്നായി തന്നെ ശ്രമിച്ചു. അതിനിപ്പോ എന്ത് വേണമെന്നാ പാർത്ഥ നീ പറയുന്നത്? സിദ്ധിയെ കണ്ടെത്തണം. അവളോടും അവളുടെ ഭർത്താവിനോടും വംശി കാണാതെ എവിടെയെങ്കിലും പോകാൻ പറയണം. എന്ത് കാരണം കൊണ്ടായാലും ഇനി സിദ്ധിയെ വംശി കാണാൻ പാടില്ല. അവന്റെ ഫ്രാഞ്ചിൽ അവൾക്ക് മരണമുണ്ടായാൽ അത് ഭൂമി പോലും കാണാത്ത ഒരു കുരുന്നിന്റെ മരണം കൂടിയാവും. എന്തിന്റെ പേരിലാണെങ്കിലും അവന്റെ കയ്യിൽ അങ്ങനെ ഒരു ചോരക്കറ വേണ്ട അഗ്നി. കൂട്ടത്തിൽ താനും വംശിയും ചൂടന്മാരും എടുത്തു ചാടി പ്രവർത്തിച്ച് വലിയ വലിയ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നവരാണ്. എന്നാൽ പാർത്ഥൻ അങ്ങനെയല്ല. എത്രയൊക്കെ മനസ്സ് കൈവിട്ടു പോകുന്ന സാഹചര്യങ്ങൾ വന്നാലും അവന്റെ ചിന്തകൾക്കും പ്രവർത്തികൾക്കും എപ്പോഴും ഒരു നേർമയുണ്ടാവും. അതറിയാവുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞത് അഗസ്ത്യയും തല ഉലുക്കി സമ്മതിച്ചു. ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ ഇവരുടെ ഡീറ്റെയിൽസ് എങ്ങനെ തപ്പിയെടുക്കും? അതൊക്കെ തപ്പിയെടുക്കാം. നിന്റെ കയ്യിൽ ഈ പറയുന്ന ശ്രദ്ധയുടെ ഭർത്താവിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ? ഐ മീൻ ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ? ഏയ്, ഹോസ്പിറ്റലിന്റെ റെക്കോർഡ്സിൽ എൻട്രി ചെയ്യാനുള്ള അസുഖമൊന്നും അവിടെ ഇല്ലായിരുന്നല്ലോ. സോ അത് കാണില്ല. അപ്പൊ പിന്നെ രണ്ടുപേരും ഒരു നിമിഷം ഒരുമിച്ചാണ് ആലോചിച്ചത്. CCTV. പരസ്പരം അവരൊന്ന് ചിരിച്ചു. നീ ഹോസ്പിറ്റൽ വിളിച്ച് ആ വിഷ്വൽസ് ഒന്ന് അയച്ചു തരാൻ പറ. പാർത്ഥൻ പറഞ്ഞതും അഗസ്ത്യ ഹോസ്പിറ്റലിന്റെ സെക്യൂരിറ്റിയിലേക്ക് വിങ്ങിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. കഷ്ടി ഒരു 5 മിനിറ്റ്. ഫോട്ടോയും വീഡിയോയുമായി അഗസ്ത്യയുടെ മൊബൈലിലേക്ക് കാര്യം എത്തിയിരുന്നു. അത് അപ്പോൾ തന്നെ അവൻ പാർത്ഥന് ഫോർവേഡ് ചെയ്തു. പാർത്ഥൻ അപ്പോൾ തന്നെ മറ്റൊരു നമ്പറിലേക്ക്. പാർത്ഥ, വംശി അറിയില്ലല്ലോ അല്ലേ?
ഏയ് ഇല്ലടാ, അറിയില്ല. അങ്ങനെ ഒരു വഴിയിലും അറിയാതിരിക്കാൻ വേണ്ടിയാണ് സിദ്ധിയുടെ ഫോട്ടോയ്ക്ക് പകരം അവളുടെ ഭർത്താവിന്റെ ഫോട്ടോ വെച്ച് നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത്. ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് പാർത്ഥൻ സോഫയിലേക്കിരുന്നു. ഉം, ഓക്കെ. ഉം, ആ ഫോട്ടോ എനിക്ക് അയക്ക്. പിന്നെ as soon as possible ഇതിന്റെ ഡീറ്റെയിൽസ് കണ്ടെത്തണം. ഇൻഫർമേഷൻ പാർത്ഥന് ഫോർവേഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനു മുന്നേ എനിക്ക് കിട്ടിയിരിക്കണം. വംശിയുടെ ആദ്യ ഘട്ടം അപ്പുറത്തെ ഫോണ് കട്ടായി. നോക്കട്ടെ പാർത്ഥ, എന്താണ് നീയും അവനും കൂടി എന്നിൽ നിന്ന് ഒളിപ്പിക്കുന്നതെന്ന്. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരെ, ഒപ്പം കൂടണേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.